ട്രാവലീവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ നാം എല്ലാവരും കാത്തിരുന്ന ആ സുദിനം വന്നെത്തി. IT നഗരത്തിലേക്ക്, കേരളത്തിൻ്റെ വിനോദസഞ്ചാര നഗരത്തിൽ നിന്ന് ഇന്ത്യയുടെ അഭിമാനമായ വന്ദേ ഭാരത് എക്സ്പ്രസിൻ്റെ കന്നിയാത്ര, അതിൻ്റെ കാഴ്ചകളിലേക്ക്. കുറച്ച് ദിവസങ്ങളായി കാത്തിരുന്ന ആ അതിഥി എത്തിച്ചേർന്നതിൻ്റെ സന്തോഷത്തിൽ പ്ലാറ്റ്ഫോമിൽ അലങ്കാരങ്ങളൊക്കെ കാണുന്നുണ്ട്. സ്റ്റെയർ കേസ് ഇറങ്ങി വന്നപ്പോൾ 6ാമത്തെ പ്ലാറ്റ്ഫോമിനിപ്പുറം ഓറഞ്ച് നിറത്തിൽ 8 കോച്ചുകളുള്ള വന്ദേ ഭാരത് കിടപ്പുണ്ടായിരുന്നു. കിട്ടാവുന്ന രീതിയിൽ കുറച്ച് ഷോട്ടുകളൊക്കെ എടുത്തപ്പോഴത്തേക്ക് തന്നെ യാർഡിലേക്ക് വണ്ടി കൊണ്ടുപോകാൻ തുടങ്ങി. അങ്ങനെ നവംബർ 8 രാവിലെ എറണാകുളത്തെ 1ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്നും ഒരു നവവധുവിനെ പോലെ പൂമാലകളും വാഴയും ഒക്കെ കൊണ്ട് അണിഞ്ഞൊരുങ്ങി നമ്മുടെ ഓറഞ്ച് വന്ദേ ഭാരത് കിടപ്പുണ്ടായിരുന്നു. സദസ്സിൽ നിറയെ വിശിഷ്ടാതിഥികൾ, ധാരാളം പോലീസുകാരും റെയിൽവേ ജീവനക്കാരും പ്ലാറ്റ്ഫോം നിറഞ്ഞു നിൽക്കുന്നു. ആദ്യ യാത്രയ്ക്ക് വേണ്ടി ക്ഷണിക്കപ്പെട്ട വിശിഷ്ടാതിഥികളും കുട്ടികളുമൊക്കെ അവിടെ ഇവിടെയായി നിൽപ്പുണ്ട്. ട്രാക്കിൽ നിറയെ മാധ്യമ സുഹൃത്തുക്കൾ ആദ്യ യാത്രയുടെ ചിത്രങ്ങൾ എടുക്കുവാൻ വേണ്ടി കാത്തിരിക്കുന്നു. വന്ദേ ഭാരത് ട്രെയിനിന്റെ സൗകര്യങ്ങൾ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ. എറണാകുളം, ബാംഗ്ലൂർ, ഫിറോസ്പൂർ, ഡൽഹി, ലക്നൗ, സഹരൻപൂർ, ബനാറസ്, ഖജുരാഹോ എന്നിങ്ങനെ 4 റൂട്ടുകളിലേക്കാണ് ഈ ദിവസം വന്ദേ ഭാരത് ട്രെയിനുകൾ പുതിയതായി സർവീസ് ആരംഭിച്ചത്. വളരെ നാളുകളായി മലയാളികൾ കാത്തിരുന്ന ഒരു സർവീസ് നിരവധി തവണ സാധ്യമാകും എന്ന് കരുതിയിട്ട് മുടങ്ങിപ്പോയ ഒന്ന്. കേരളത്തിൽ നിന്ന് ഏറ്റവും അധികം ആളുകൾ സഞ്ചരിക്കാൻ സാധ്യതയുള്ള ഒരു റൂട്ട്. വിനോദസഞ്ചാര നഗരമായ കൊച്ചിയിൽ നിന്നും IT ഹബ്ബായ ബാംഗ്ലൂരിലേക്ക് ദിനംപ്രതി പോകുന്ന വിദ്യാർത്ഥികളും എഞ്ചിനീയർമാരും ഡോക്ടർമാരും ബിസിനസ്സുകാരും ടൂറിസ്റ്റുകളുമൊക്കെ കാത്തിരുന്ന ഒരു സർവീസ്. കേരളത്തിന്റെ മനോഹരവും സാംസ്കാരിക സമ്പന്ന നഗരവും സംസ്ഥാനത്തിന്റെ വ്യാപാര ഉദ്യമ തലസ്ഥാനം എന്നും വിളിക്കപ്പെടുന്ന എറണാകുളത്തെയും കർണാടകയുടെ തലസ്ഥാനവും ഇന്ത്യയുടെ IT കേന്ദ്രവുമായ ബംഗളൂരു, തിരുപ്പൂർ, ഈറോഡ്, സേലം, കൃഷ്ണരാജപുരം എന്നിവ വഴി സഞ്ചരിച്ച് 8 മണിക്കൂർ 40 മിനിറ്റിൽ യാത്ര പൂർത്തിയാക്കും. വിദ്യാർത്ഥികൾക്കും എഞ്ചിനീയർമാർക്കും ഡോക്ടർമാർക്കും ബിസിനസ് മേഖലയിൽ പെട്ടെന്ന് എത്തിച്ചേരുവാൻ കഴിയുന്ന ഒരു സർവീസ്. ഉത്സവകാലത്ത് കഴുത്തറപ്പൻ ചാർജ് നൽകി മലയാളികളെ കൊലവിളിക്കുന്ന ബസ്സുകാരുടെ അഹങ്കാരത്തിന് ഒരു താക്കീത്. ഇതൊക്കെയാണ് ഈ പുതിയ വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ വിശേഷണങ്ങൾ. നിലവിലുള്ള എറണാകുളം ബാംഗ്ലൂർ എക്സ്പ്രസ് രാവിലെ 9:10 എറണാകുളത്തു നിന്നും പുറപ്പെടുമ്പോൾ പുതിയ വന്ദേ ഭാരത് എക്സ്പ്രസ് രാവിലെ 5:10 ബാംഗ്ലൂരിൽ നിന്നും എറണാകുളത്തേക്ക് പുറപ്പെടും. ഉച്ചയ്ക്ക് 1:50 എറണാകുളത്ത് എത്തിച്ചേരും. തിരികെ ഉച്ചയ്ക്ക് 2:20 എറണാകുളത്തു നിന്നും പുറപ്പെട്ട് രാത്രി 11 മണിയോടുകൂടി ബാംഗ്ലൂരിൽ എത്തിച്ചേരുന്ന രീതിയിലാണ് ഇതിന്റെ സർവീസ് നിലവിൽ ക്രമീകരിച്ചിരിക്കുന്നത്. 6 AC ചെയർ കമ്പാർട്ട്മെന്റുകളും 2 എക്സിക്യൂട്ടീവ് AC ചെയർക്കാരുമാണ് ഇതിൽ ഇപ്പോൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 8 മണിക്കൂർ 40 മിനിറ്റ് കൊണ്ട് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുന്ന വിധത്തിലാണ് ഈ സർവീസ് ഇപ്പോൾ ക്രമീകരിച്ചിരിക്കുന്നത്. എറണാകുളം, തൃശൂർ, പാലക്കാട്, കോയമ്പത്തൂർ, തിരുപ്പൂർ, ഈറോഡ്, സേലം, കൃഷ്ണരാജപുരം, ബാംഗ്ലൂർ, അങ്ങനെ എറണാകുളത്തിനും ബാംഗ്ലൂരിനും ഇടയ്ക്ക് 7 സ്റ്റോപ്പുകളാണ് ഇപ്പോൾ ഉള്ളത്. നിരക്കിന്റെ കാര്യമാണ് അടുത്തത്. നിലവിൽ എറണാകുളത്തു നിന്നും ബാംഗ്ലൂരിലേക്ക് പോകുന്ന 26,652 നമ്പർ ട്രെയിനിന് AC ചെയർക്കാറിൽ ബേസ് ചാർജും സൂപ്പർഫാസ്റ്റ് ചാർജും റിസർവേഷൻ ചാർജും ഭക്ഷണവും GST അടക്കം 1,615 രൂപയാണ്. എക്സിക്യൂട്ടീവ് ചെയർക്കാറിൽ ഇത് 2,980 രൂപയുമാണ്. തിരിച്ച് ബാംഗ്ലൂരിൽ നിന്നും എറണാകുളത്തേക്ക് വരുന്ന 26,651 നമ്പർ ട്രെയിനിൽ ചെയർക്കാറിന് 1,655 രൂപയും എക്സിക്യൂട്ടീവ് കാറിന് 3,015 രൂപയുമാണ് നിരക്ക്. നവംബർ 11 മുതൽ ബുക്കിംഗ് ആരംഭിച്ചതോടുകൂടി IRCTCയുടെ വെബ്സൈറ്റിൽ ഈ ട്രെയിനിന് നല്ല പ്രതികരണമാണുള്ളത്. എല്ലാവരും ഉറ്റുനോക്കുന്നത് വേദിയിൽ പ്രധാനമന്ത്രി പച്ചക്കൊടി കാട്ടുമ്പോൾ പുറപ്പെടുന്ന വന്ദേ ഭാരത് കന്നിയാത്രയ്ക്ക് വേണ്ടി. അങ്ങനെ ഏവരും കാത്തിരുന്ന ആ സമയം എത്തിച്ചേർന്നു. പ്രധാനമന്ത്രി സ്റ്റേജിൽ പച്ചക്കൊടി കാട്ടിയോടുകൂടി മലയാളികൾ ഏവരും കാത്തിരുന്ന ആ സുദിനത്തിലേക്ക് വന്ദേ ഭാരത് ചൂളം വിളിച്ചുകൊണ്ട് യാത്ര തുടങ്ങി.
വീണ്ടും പുതിയൊരു വീഡിയോ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ശ്യാം കൃഷ്ണൻ.